minutes, let us turn our attention to the word, നമ്മുടെ God's ഇടയിൽ word. ഉണ്ടായ സാക്ഷ്യമെല്ലാം ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്നു എന്നുള്ളതാണ്. The testimonies we heard is the truth that God does great work for കർത്താവ് us. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ If the Lord works for us, തിരിച്ച് നാം ദൈവത്തിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരാധന. the greatest thing we need to give in return is worship. ഹൃദയത്തിൽ നിന്നുള്ള ആരാധന, Worship from our heart, ആത്മാർത്ഥമായിട്ടുള്ള ആരാധന, sincere, genuine worship. ആരാധനയുടെ ഉന്നത ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് ആരാധനയായി മാറുകയാണ്. And the highest form of worship is our lives becoming worship for Him. ആദ്യത്തെ സൺഡേയിൽ 21-ാം തീയതി റോമാലേഖനം 12-ാം അധ്യായം 1 തുടങ്ങി 3 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ആരാധനയുടെ ആമുഖം പറയുവാൻ തക്കവണ്ണം On the very first Sunday of this year, we were able to talk through Romans chapter 12 about what is worship. രണ്ടാമതായി 28-ാം തീയതി പഴയ നിയമത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ആരാധന എന്ന് അതിന്റെ രണ്ട് പദങ്ങൾ എടുത്തു പറയുവാൻ തക്കവണ്ണം ഇടയായി. And on the 28th we were talking about what is worship in the Old Testament. പഴയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത് എപ്പോഴും യാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. In the Old Testament, worship is always associated with sacrifice. നാം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, when we come to Genesis chapter 22 verses 2, അതിനുശേഷമായി 2-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ, verse 2. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ അരുളി ചെയ്തു. നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. Offer him as a burnt offering on the mountain which I shall tell you. 5-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ, verse 5. അബ്രഹാം ബാല്യക്കാരനോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാമെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ, there the Lord is speaking to Abraham saying, നിന്റെ മകനെ ഹോമയാഗം കഴിക്കുക. offer your son as a burnt offering. നിന്റെ മകനെ ഹോമയാഗം കഴിക്കുക. your son as a burnt offering. അബ്രഹാം ബാല്യക്കാരെ വേർപെടുത്തുമ്പോൾ, and Abraham, as he's setting aside the young അവരോട് men, പറയുകയാണ്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ. he tells the young men, stay with the donkeys. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. the lad and I will go to the mountain, worship and return. ദൈവം പറഞ്ഞത് ഹോമയാഗം കഴിക്കുക. the Lord said burnt offering. അബ്രഹാം പറഞ്ഞത് ആരാധന കഴിച്ചു മടങ്ങി വരാം. Abraham said to offer worship. ദൈവം പറഞ്ഞ ഹോമയാഗവും so the burnt offering the Lord അബ്രഹാം desired, പറഞ്ഞ ആരാധനയും and the worship that Abraham രണ്ടും ഒന്ന് said, തന്നെയല്ലേ? they are both the same thing. യാഗമല്ലേ ആരാധന? is worship not offering sacrifice? ആരാധന കഴിക്കുവാൻ കഴിയുമോ? and can you offer worship without sacrifice? മോരിയ മലയിൽ എന്താണ് സംഭവിച്ചത്? what happened on Mount Moriah? നമുക്കറിയാം, അബ്രഹാം ഇസ്ഹാക്കിനെ, we know Abraham with Isaac, കൈകളും കാലുകളും ബന്ധിച്ചവനായി യാഗപീഠത്തിലേക്ക് കടത്തുകയാണ്. having bound him by his hands and feet, putting him on the altar. അവന്റെ മീതെ വാൾ ഉയർത്തുന്നു. and then he raises his hand with the blade above him. മനസ്സിൽ ബാലനെ ആരാധന കഴിച്ചു കഴിഞ്ഞു. and in the heart of Abraham he's offered his son as worship. കഴിച്ചു കഴിഞ്ഞു. he has already sacrificed. പഴയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത്, so Old Testament worship ജീവനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. is to give up your life as offering and sacrifice. ഹോമിക്കുന്നതാണ് ആരാധന എന്ന് to പറയുന്നത്. burn away your life is worship unto the Lord. Praise the Lord. Amen. Praise the Lord. Amen. നാം ഇന്ന് സഭായോഗത്തിലാണ്. today we're in the age of the church. Praise the Lord. Amen. നമ്മൾ ഒരുപക്ഷേ പറയും, നമുക്ക് ആരാധനയ്ക്ക് പോകാൻ സമയം പോയി, വേഗം പോകാം. we may say that we can come quick, leave quick because of time. പിതാക്കന്മാർക്ക് എത്ര കൃത്യതയുണ്ടായിരുന്നു അറിയാമോ? but our fathers are such precise in their worship. അവര് പറഞ്ഞിരുന്നു, ഞങ്ങൾ സഭായോഗത്തിന് പോവുകയാണ്. they said we're going for the congregation for the meeting. കാരണം എന്തെന്ന് ചോദിച്ചാൽ, the reason being, ആരാധന എന്ന് പറയുന്നത് worship അത് ജീവിതമാണ്. is your life. ഈ ജീവിതമാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. and this is life you must give to the Lord. ത്യാഗപരമായിട്ടാണ് ദൈവത്തിന് കൊടുക്കേണ്ടത്. it is an offering of sacrifice. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, which is why the psalmist says, ആലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ, and when they told me let us go to his temple to worship, ആരാധന കൊടുക്കുവാൻ അവർ സമർപ്പിക്കുമെന്ന് ഞാൻ ചിന്തിക്കാതിരുന്ന നാളുകളിൽ, in those days when I thought that they would not worship the Lord, അവർ പറഞ്ഞ യഹോവയുടെ ആലയത്തിലേക്ക് പോകാം. they said let us go to the house of the Lord. യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്നത്? why should we go to the house of the Lord? ഇസ്രായേൽ മക്കളെ യഹോവയുടെ ആലയത്തിലേക്ക് പോയത്? why did the Israelites go to the house of the Lord?
ഹോമയാഗം കഴിക്കുവാൻ, to offer sacrifice, ഹോമയാഗം കഴിക്കുവാൻ, to offer burnt offering, ഹല്ലേലൂയ, ഭോജനയാഗം കഴിക്കുവാൻ, to give a drink offering, സമാധാനയാഗം to give a കഴിക്കുവാൻ, peace offering, പാപയാഗം to give a കഴിക്കുവാൻ, sin offering, അകൃത്യയാഗം to give a കഴിക്കുവാൻ, transgression offering. ഇതിലൂടെ എല്ലാം ദൈവത്തെ അവർ And through all these ആരാധിക്കുകയായിരുന്നു. they worship the Lord. Praise the Lord. Amen. മാനവ ചരിത്രത്തിൽ ഇന്ന് വരെയും കണ്ടിരിക്കുന്നതിൽ One thing we've seen in all human അവൻ history, ഏറ്റവും വലിയ യാഗപീഠവും, the greatest altar and ഏറ്റവും sacrifice, വലിയ യാഗവും, the greatest അവൻ sacrifice കാൽവരി മലയത്രേ, is on the cross of അവൻ Calvary, ദൈവപുത്രൻ തന്റെ പ്രാണനെ that the Son of God അവൻ gave up his life, പിതാവിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചപ്പോൾ and into the hands of the Father he surrendered his അവിടെയാണ് soul. ഏറ്റവും വലിയ ആരാധന That നടന്നത്. is the greatest form of worship we have seen. ആരാധ്യനായ ദൈവവും, Because God who is worthy of ആരാധന worship, സ്വീകരിക്കുന്ന the one who ദൈവവും, accepts worship, ആരാധകനും the one who is worthy of അവൻ worship, ഒരുമിച്ച് വരുന്ന is അനുഭവമാണ്. a place where it all comes നമ്മുടെ together. കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കുവാൻ Let us കഴിയും. close our eyes for one Praise the moment. Lord. Amen. അവൻ നാം ദൈവത്തെ ആരാധിപ്പാനാണ് We're ദൈവത്തിൽ here to worship the നമ്മുടെ Lord. ജീവിതം ആരാധനയാണ്. Our life being worship. As Abraham sacrificed Isaac, ഇസ്ഹാക്കിന്റെ പ്രാണൻ മുഖാന്തരമായിട്ടുള്ള ആരാധനയാണ്. and through the life of Isaac that was കർത്താവായ worship, യേശുക്രിസ്തു, and the Lord അവൻ Jesus Christ, ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രൻ, the man who came അവൻ into this world, കാൽവരിയിലാണ് ഏറ്റവും വലിയ യാഗം നടത്തുവാൻ the greatest sacrifice was on the അതാണ് cross. ആരാധനയുടെ മൂർത്തിഭാവം എന്ന് That is the peak of worship. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ If then our lives, സാക്ഷ്യം കൊണ്ട് ആരാധന our ഒതുങ്ങിപ്പോയോ, testimony should not become just our പാട്ട് worship. കൊണ്ട് ആരാധന ഒരുങ്ങിപ്പോയോ, Worship shouldn't be constrained to our അല്ലെങ്കിൽ ഒരു songs. വചന ശുശ്രൂഷ കൊണ്ട് ആരാധന ഒതുങ്ങിപ്പോയോ, The preaching of the word should be അല്ലെങ്കിൽ constrained as ദൈവനാമത്തിന് worship. വേണ്ടി എന്തെങ്കിലും കൊടുക്കുന്നതിലൂടെ ആരാധന Our ഒതുങ്ങിപ്പോയോ, worship shouldn't be constrained with our giving. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു The lad and I will go to the mountain, offer worship, and come back. നിങ്ങൾ ആരാധന കഴിച്ചുവോ? Abraham, have you offered worship? ഞങ്ങൾ ആരാധന കഴിച്ചു. Yes, we worship. ഞങ്ങളുടെ ആരാധനയെ ദൈവം പ്രസാദിച്ചു. And the Lord was pleased in our worship. സ്വീകരിപ്പാൻ അവൻ ഇറങ്ങി വന്നു. And he has come down to accept our worship. അവൻ സ്വീകരിച്ചു. He has accepted our worship. അവൻ പൈതലിനെ ഞാൻ ആരാധനയാക്കി തീർത്തു. I have turned my son into worship. ആമേ ഹോമയാഗമായി. Burnt offering. Praise the Lord. Amen. ആമേഹല്ലി അവിടെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയായിരുന്നു അവന് പകരമായ ഒരാട്. We see the providential plan of God for a ram to be there. അതിനു മുമ്പേ ഹൃദയത്തിൽ അവനെ ആരാധന കഴിച്ചു But before that, in his heart, he already offered worship. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ In the Old Testament and New alike, ആരാധന ആമേ യാഗപരമാണ്, ത്യാഗപരമാണ്. worship is sacrifice and offering. ഒന്നുകൂടെ പറഞ്ഞ Once again, I say, പൂർണ്ണ മനസ്സോടും with all your heart, പൂർണ്ണ ഹൃദയത്തോടും with all your mind, പൂർണ്ണ സന്തോഷത്തോടും with all your joy, പൂർണ്ണ ആനന്ദത്തോടും with all your peace, പൂർണ്ണ with all your സമർപ്പണത്തോടും submission. നമ്മെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. Worship is giving yourself unto the Lord. ഒരാഴ്ചകാലം ഈ പട്ടണത്തിൽ ദൈവം നമ്മെ സൂക്ഷിച്ചപ്പോൾ When the Lord kept us safe for a whole week in this അതിന്റെ town, നന്ദി സൂചകമായി it is a thanksgiving offering to ദൈവത്തിന് Him. മഹത്വം To കൊടുക്കുവാൻ give Him glory. നാം ഒരുമിച്ച് വന്ന് We came together. ഒരുമിച്ച് നമ്മെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ And we give unto the ആ Lord together. സമർപ്പണം നമ്മുടെ പാട്ടുകളിലൂടെ It വെളിയിൽ is the വരുന്നു. submission through our ആമേൻ. songs, നമ്മുടെ ഗീതങ്ങളിലൂടെ വെളിയിൽ through വരുന്നു. our നമ്മുടെ words, സ്തോത്രത്തിലൂടെ through വെളിയിൽ our വരുന്നു. praise, നമ്മുടെ സാക്ഷ്യത്തിലൂടെ വെളിയിൽ through our വരുന്നു. testimony, ആമേൻ. നമ്മുടെ വചനത്തിലൂടെ വെളിയിൽ through our വരുന്നു. words, നമ്മെ പൂർണ്ണമായി ദൈവത്തിന് to സമർപ്പിക്കുന്നു. submit ourselves wholly ആമേൻ. to the അത് Lord. ആരാധനയത്രേ. That is ഇനി worship. ഒരാഴ്ച ഞാൻ ഈ പാപമംഗലമായ ലോകത്ത് ജീവിക്കുമ്പോൾ Now, as I live for the next നാം week in this കർത്താവിനോട് world, പറയുന്നു, I say unto the എന്റെ Lord, യേശുവേ, O Lord, എന്റെ ജീവിതം നിനക്ക് വേണ്ടി my മാത്രമാണ്. life is for you. Praise the Lord. Amen. ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ പ്രിയ Can you submit and surrender yourself? പൊത്തുവരുത്തമായതിലേക്ക് അനേകർ കടന്നു പോകുമ്പോൾ Many, when they find a place ഈ of ലോകത്തുനിന്ന് compromise, പലതും കോപ്പിയടിച്ച് അത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് ആമേ സഭയ്ക്കകത്തേക്ക് അതിനെ കൊണ്ടുവരുവാൻ and they copy the things of the world and bring it inside the church. അതിന്റെ മധ്യത്തിൽ വചനപ്രകാരം In the midst of that, as ആമേൻ, the word നമുക്ക് വേണ്ടി says, പ്രാണനെ അകൃത്യയാഗമാക്കി the Lord who gave His life as our ആമേൻ, transgression നമ്മെ offering, വീണ്ടെടുത്ത the one who redeemed us പിതാവിന് ആരാധന അർപ്പിച്ച പുത്രൻ and gave to the Father ആമേൻ, the worship as a കർത്താവിന് son, വേണ്ടി and to that ആമേൻ, Lord, പിതാവിന്റെ സന്നിധിയിൽ in the presence of the നാം ഒരു Father, ആരാധനയായി മാറുമോ? we must become worship. ഞാനും എൻ്റെ കുടുംബവും For my family and ഞങ്ങളെ I, യഹോവയെ we സേവിക്കും. will serve the അവനൊരു Lord. സമർപ്പണം നമ്മിൽ നിന്നുണ്ടാകട്ടെ. We have that submission. അവൻ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ As we all surrender and submit ആമേൻ, together. സഞ്ജു ബ്രദർ പ്രാർത്ഥിച്ചാട്ടെ.